എസ്പെഷ്യലി ഇച്ചിരി ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ള പ്രോജക്റ്റിൽ നമ്മുടെ ഒരു ജനറലി എടുക്കുന്ന ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ടാങ്ക് വേണ്ട, മറിച്ച് ഡയറക്റ്റ്ലി ഓവർഹെഡ് ടാങ്കിലേക്ക് നമുക്ക് കൊടുക്കുകയും ഓവർഹെഡ് ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അപ്രോച്ചുണ്ട്. അപ്പോൾ നമ്മുടെ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ വെള്ളത്തിൻ്റെ സപ്ലൈയുടെ പ്രഷറിൽ തന്നെ ഇത് മേളിലോട്ട് കയറും എന്നുള്ളത്. ഇതിന് ഈ ഒരു അപ്രോച്ചിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ? പോരായ്മകളേ ഉള്ളൂ. കാരണം ഒന്ന്, വെള്ളം അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഉണ്ടായിരിക്കണം, എപ്പോഴും അതേപോലത്തെ പ്രഷർ ഉണ്ടാകണം. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഇതുപോലെയാണ് ചെയ്തു വയ്ക്കുക. അണ്ടർഗ്രൗണ്ട് ടാങ്ക് ഇല്ല. എൻ്റെ നാടെന്ന് പറയുന്നത് തിരുവല്ലയാണ്. തിരുവല്ലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പൽ സപ്ലൈ നല്ല പ്രഷറാണ്. അവർക്ക് അവിടെ അണ്ടർഗ്രൗണ്ട് ടാങ്ക് ഇല്ല, നേരെ ഓവർ ടാങ്കിലേക്കാണ് ഈ വെള്ളം കയറി പോവുക. പക്ഷേ ഇത് 24 hours വെള്ളം ഈ പ്രഷറോടുകൂടി വന്നില്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്ത് ചെയ്യും? മേളിലുള്ള ടാങ്കിൽ അത്യാവശ്യം കപ്പാസിറ്റി അവിടെയൊക്കെ 500 ലിറ്ററിൻ്റെയും 300 ലിറ്ററിൻ്റെയും ടാങ്കുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി 3 ദിവസത്തെ സ്റ്റോറേജൊക്കെ നമ്മൾ വെക്കേണ്ടി വരും. ജനറലി ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന നമ്മൾ ചെയ്യുന്ന മജോറിറ്റി വീടുകളിലുള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ 3 അല്ലെങ്കിൽ 4 പേരാണ് ഓക്യുപ്പൻസ്. അതെ, ഓക്കെ. അതെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ 800 ലിറ്ററൊക്കെയാണ് ഒരു ദിവസം മാക്സിമം കപ്പാസിറ്റി വരുന്നത്. സാറ് 200 എന്ന് പറയുമെങ്കിലും നമ്മൾ 150 എന്നുള്ള ഇതിൽ നോക്കുവാണെങ്കിൽ IS കോഡ് 150 എന്നാണല്ലോ പറയണത്. പിന്നെ ഇന്നത്തെ ഷവറിൻ്റെ സൈസും ഒക്കെ വെച്ച് 200 ഇസ് എ ഫെയർ കാൽക്കുലേഷൻ. അപ്പോൾ ഇതിലൊരു 800 എന്ന് പറയുമ്പോൾ നമ്മളൊരു 2000 ലിറ്റേഴ്സ് ടാങ്ക് നമ്മൾ എടുക്കുമ്പോൾ അതൊരു 3 ദിവസം അല്ലെങ്കിൽ 2.5 ദിവസം വെള്ളം ലാസ്റ്റ് ചെയ്യും. പിന്നെ കേരളത്തിലായതുകൊണ്ട് 2 ദിവസത്തിൽ കൂടുതലൊക്കെ വെള്ളം സപ്ലൈ നിന്ന് പോകുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. ഇനി അങ്ങനെ വന്നാലും നമുക്കൊരു ടാങ്കർ വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടർ വെച്ച് അടിച്ച് കയറ്റിയാൽ പോരെ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചിന്ത പോകുന്നത്. ഇതൊക്കെ ഈ തട്ടിക്കൂട്ട് പരിപാടികളെന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒന്നുമില്ലാത്തിടത്ത് ഇത് എന്ന് വേണമെങ്കിൽ അതിന് പകരം നമുക്കിത് ഉപയോഗിക്കാം. ഈ ഏതാണ്ട് IS അല്ല, നമ്മുടെ നാഷണൽ ബിൽഡിംഗ് കോഡാണ് പറയുന്നത് 135 ലിറ്റേഴ്സാണ് പറയുന്നത്. പക്ഷേ 135 ലിറ്റേഴ്സ് പല കോഡുകളും പറയുന്നുണ്ട്. 135 ലിറ്റേഴ്സ് അവർ പറയുന്നത് ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ 135 ലിറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ നമ്മൾ മലയാളീസ് കുറച്ചുകൂടെ ഹൈജീൻ കോൺഷ്യസ് ആണ്. നമ്മൾ 2 നേരം കുളിക്കുന്നവരാണ്. ഇപ്പോൾ 200 ലിറ്റർ ഏതാണ്ട് 200 ലിറ്റർ നമ്മൾ വേണം എന്നുള്ളതാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ 200 ലിറ്ററാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിലും ഏതാണ്ട് 200 ലിറ്റർ തന്നെ നമുക്ക് വേണ്ടി.